ഹലോ, സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിട്ടുള്ള ഈ ഒരു ബൺ മസ്ക് ഉണ്ടോ ഞാൻ ഇവിടെ ട്രൈ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഫൈനലി ഞാനും ഉണ്ടാക്കി കേട്ടോ ഗൈസ്. നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ. ഇപ്പം ഉണ്ടാക്കാത്തവരൊന്ന് ഉണ്ടാക്കി വെക്കട്ടോ. കുറച്ച് മുന്നേ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു എൻ്റെ കോപ്രായങ്ങളാണ് കേട്ടോ കണ്ടിട്ടുണ്ടായിരുന്നത്. ഓണങ്ങനെ വീട്ടിൽ കൊണ്ടുവരാൻ വേണ്ടി കുറേ നേരം മെനക്കെട്ടായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അതിന് വേണ്ടി 3 ഇൻഗ്രീഡിയൻസുകളാണ് കേട്ടോ വേണ്ടത്. കണ്ടൻസ് മിൽക്കും ബട്ടറും പിന്നെ ഇതാ ബണ്ണും. എന്നിട്ട് ഇതൊരു പാനിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കും കേട്ടോ. ഈ പാനിലേക്ക് നമുക്ക് ഈ ബട്ടറിലേക്ക് ഈ ബണ്ണ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. എന്നിട്ട് ഇത് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് തിരിച്ചെടുത്ത് നമ്മൾ ബണ്ണത് അവിടെ നല്ല അടിപൊളി റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. എന്നിട്ട് ഇതാ നമുക്കിനി വേണ്ടത് ഇതുപോലെ ഇതാ എല്ലാ ബണ്ണും റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ ഗൈസ്. അപ്പോൾ അത് ഞാൻ ഓരോന്ന് അപ്പോൾ നമ്മൾ ബണ്ണത് അവിടെ റോസ്റ്റ് ചെയ്ത് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇനി നമുക്ക് ഇതിലേക്ക് ക്രീം റെഡി ആക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ടൊരു ബൗളിലേക്ക് ഇത് ബട്ടർ എടുക്കട്ടെ. എന്നിട്ട് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കട്ടോ ബീറ്റർ വെച്ചിട്ട്. എന്നിട്ട് ഇത് ബീറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഇനി ഈ ബട്ടറിലേക്ക് കണ്ടൻസ് മിൽക്ക് ഒഴിച്ചു കൊടുക്കട്ടോ. എന്നിട്ട് നല്ലോണം ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ട് ഈ ഒരു ക്രീമിലേക്ക് വാനില എസെൻസ് ഒഴിച്ചു കൊടുക്കട്ടോ. ഞാൻ അത് ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ. പിന്നെ അത് നമ്മളിവിടെ റോസ്റ്റ് ചെയ്ത് വെച്ചത് ബണ്ണിലേക്ക് നമുക്കിത് ക്രീം ആഡ് ചെയ്ത് കൊടുക്കട്ടോ. ഒരു കുറവും വരുത്താതെ നല്ല പിശിക്കാതെ നമുക്ക് ക്രീം തേച്ച് കൊടുക്കട്ടോ. എന്നാലാണ് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ കഴിയാം. അപ്പോൾ ഇതാ നമ്മൾ ഒരു മസ്ക ബണ്ണത് അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇനി നമുക്കിതിലേക്ക് ഇറാനി ചായയും കൂടി വെക്കാം കേട്ടോ. അതിനായിട്ട് ഇതാ നമ്മൾ സൈഡിലായിട്ട് ഇതാ പാൽ തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് തിളക്കുമ്പോൾ ഇതിനകത്ത് നമ്മൾ ചായ ഇവിടെ റെഡിയാക്കാം കേട്ടോ. അപ്പോൾ ഇതാ ചായപ്പൊടിയുടെ ഏലക്കായുടെ എന്നിട്ട് ഇതാ നമുക്ക് പാലിതാ തളിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പത്തിന്. അപ്പോൾ നമ്മൾ പാലിലേക്ക് കണ്ടൻസ് മിൽക്ക് ഒഴിച്ചാണ് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചായയിലേക്ക് കുറച്ച് ഷുഗർ ആഡ് ചെയ്തെടുക്കട്ടോ. എന്നിട്ട് നമ്മൾ ഈ കാച്ചി വെച്ചിട്ടുള്ള ചായ നമുക്ക് ഇതിലേക്ക് പാർന്നെടുക്കട്ടോ. ഈ ഒരു പാലിലേക്ക് പാർന്നു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇറാനി ചായ മസ്ക ബണ്ണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ ഗൈസ്. അപ്പോൾ അതാ ഞാനിതാ ഈ ഒരു ഇറാനി ചായയില്ല ഞാനിതാ ബണ്ണ് ഒപ്പിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. എന്നിട്ട് ഇതാ വായിലേക്ക് വെച്ചപ്പോൾ ഇതാ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഗൈസ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ നെക്സ്റ്റ് ഇതാ അനിയനും കഴിച്ച് വെക്കും കേട്ടോ ഗൈസ്. ഇറാനി ചായയിലൊക്കെ നമുക്കിതാ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓനിതാ ഇതിൽ മുക്കുക പിന്നെയും കഴിക്കാം അങ്ങനെ കേട്ടോ ഓണ്ട് തന്നൽ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാലേക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അടിപൊളിയാണ് കേട്ടോ. ബൈ.